ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ഇത് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. നിഫ്റ്റി ഇന്ന് ശക്തമായ ചെറുത്ത് നിൽപ്പ് നടത്തിയിട്ടുണ്ട്. നിഫ്റ്റി ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. എങ്കിലും റിലയൻസ് ഇൻഡസ്ട്രീസ് 1%-ലേറെ റാലി രേഖപ്പെടുത്തി. HDFC ബാങ്ക് പോസിറ്റീവായ രീതിയിൽ ക്ലോസ് നടത്തിയത് കൊണ്ട് ഫിൻനിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും പോസിറ്റീവായ രീതിയിൽ ക്ലോസിംഗ് നടത്തി. ഐഷർ മോട്ടേഴ്സ് നല്ലൊരു റിസൾട്ട് ആയതുകൊണ്ട് ഐഷർ മോട്ടേഴ്സ് ശക്തമായ റാലി രേഖപ്പെടുത്തി മറ്റുള്ള ഓട്ടോമൊബൈൽ സെക്ടറിനെയും അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ബ്രിട്ടാനിയയുടെ നേതൃത്വത്തിൽ FMCG സ്റ്റോക്കുകൾ കനത്ത ഇടിവ് ഇന്ന് തന്നെ ഉണ്ടായിരുന്നു. ജിയോ ഫിനാൻസും സൊമാറ്റോയും നിഫ്റ്റി 50യിലേക്ക് ഇൻക്ലൂഷൻ ആകും എന്നുള്ള ന്യൂസ് കാരണം ഈ രണ്ട് സ്റ്റോക്കുകളും പോസിറ്റീവായ രീതിയിൽ ട്രേഡ് നടത്തിയിട്ടുണ്ട്. IPOയിലൊക്കെ വരുമ്പോൾ നിവ, ബൂപ്പോ, IPO എല്ലാം തന്നെ മ്യൂട്ടഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് കിട്ടിയത്. വലിയൊരു ലിസ്റ്റിംഗ് ഗെയിനൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇന്നത്തെ പ്രധാന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് റിലയൻസും HDFCയും രണ്ട് മുൻനിര കമ്പനീസ് ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ FISന് ശക്തമായ രീതിയിൽ ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തുന്ന ഒരു സ്റ്റോക്കാണ് HDFC ബാങ്ക്. അപ്പോൾ അത് ഇന്നൊരു 1%-ലേറെ റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത. കൂടാതെ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഇടിയാനായിട്ട് വലിയ തോതിൽ കാരണമായ നമ്മളുടെ ഇൻഫ്ലേഷൻ ഡേറ്റ, ഇൻഫ്ലേഷൻ നിരക്ക് 5 മന്ത് ഹൈ ആണ് വന്നത്. അതിനുശേഷം ഇന്ന് വന്നിട്ടുള്ള ഇൻഫ്ലേഷനാണ് WP ഇൻഫ്ലേഷൻ ഡേറ്റ അഥവാ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡേറ്റ. അതും ഓൾമോസ്റ്റ് 6 മന്ത് ഹൈയിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. പക്ഷേ മാർക്കറ്റ് അത് ഈ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നതിന് ശേഷം അത് ഓൾറെഡി തന്നെ ഡൈജസ്റ്റായി. അത് കാരണം മാർക്കറ്റ് റിയാക്ട് ചെയ്തു, ഇടിഞ്ഞു. പല ചാർട്ട് അനലിസ്റ്റുകളുടെയും പ്രസ്താവനകൾ പ്രകാരമൊക്കെ നിഫ്റ്റി 1000 പോയിൻ്റ് തന്നെ അക്ഷരം പ്രതി ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ സംഭവിച്ചു. ഇനി മുന്നോട്ട് എന്താണെന്നുള്ളതാണ്. കാരണം ഇനി മുന്നോട്ട് നിഫ്റ്റീനെ മുന്നോട്ട് നയിക്കാനായിട്ട് ഇവിടെ ഇൻഡെക്സ്, ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെ റിസൾട്ടോ ഒന്നും തന്നെ ഇല്ല. ലോക്കൽ ക്യൂസ് ഉണ്ട്. സ്വാഭാവികമായ രീതിയിൽ നമ്മുടെ ഇലക്ഷൻ മഹാരാഷ്ട്രയിലും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇലക്ഷനാണ് ഇനിയുള്ള നമുക്കുള്ള ലോക്കൽ ക്യൂസ് എന്ന് പറയുന്നത്. ഗ്ലോബൽ ക്യൂസ് നോക്കുകയാണെങ്കിൽ US ഇൻഫ്ലേഷൻ ഡേറ്റ വന്നു കഴിഞ്ഞു. US ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വന്നു കഴിഞ്ഞു. US ഇലക്ഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ ബിറ്റ്കോയിനെല്ലാം തന്നെ റിയാക്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇനിയിപ്പോൾ മാർക്കറ്റ് ഡിസംബറിലേക്കാണ് കിടക്കുന്നത്. ഡിസംബർ മാസം പൊതുവെയാണ് ഞാനിത് ഒരു നിയമമൊന്നുമല്ല, പൊതുവേ ഈ ഫണ്ട് മാനേജേഴ്സ് എല്ലാം തന്നെ വെക്കേഷൻ പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഡിസംബർ സെക്കൻഡ് ഹാഫോട് കൂടിയിട്ട് വോളിയം US മാർക്കറ്റിൽ കുറവായിരിക്കും. അപ്പോൾ അതാണ് പൊതുവേ കണ്ടുവരുന്ന ഒരു പ്രതിഭാസം. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്കൊക്കെ പോകുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ചാർട്ടിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, അതീവ വോളറ്റിലായിരുന്നു. നിഫ്റ്റി ഇന്നത്തെ ഹൈ 23,680 നിന്ന് നേരെ കുത്തനെ താഴേക്ക് പതിച്ചു. ഏകദേശം 189 പോയിൻറ്റ് പിന്നീട് നിഫ്റ്റി കൺസോൾഡേറ്റ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ലോ മൾട്ടിപ്പിൾ ടൈം നിഫ്റ്റി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റിയിൽ നേരത്തെ കണ്ടതുപോലെ തന്നെ ഐഷർ മോട്ടേഴ്സ് 6.5%, ഹീറോ മോട്ടോകോർപ്പ് 1.5%, HDFC ലൈഫ്, റിലയൻസ്, കൊട്ടാക് ബാങ്ക് തുടങ്ങിയ കമ്പനീസ് നേട്ടം കൈവരിച്ചപ്പോൾ HUL, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ്, ബ്രിട്ടാനിയ, നെസ്ലെ തുടങ്ങിയ മുൻനിര FMCG കമ്പനീസും ഓയിൽ ആൻഡ് ഗ്യാസ് ലിസ്റ്റിൽ നിന്ന് BPCയിലും കനത്ത ഇടിവ് രേഖപ്പെടുത്തി. ഗ്ലോബൽ മാർക്കറ്റിലെ ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 91 ആയിട്ടുണ്ട്. അപ്പോൾ ബിറ്റ്കോയിൻ നിക്ഷേപകർക്കെല്ലാം തന്നെ വമ്പൻ ലോട്ടറി അടിച്ച ഒരു അവസ്ഥയാണുള്ളത്. തൊട്ട് താഴെ ബ്രന്റ് ഓയിൽ 72, തൊട്ട് താഴെ ഗോൾഡ് വമ്പൻ ഇടിവ് $30 പെർ ഔൺസിന് ഇടിഞ്ഞ് $2,542 പെർ ഔൺസ്. ഇന്ത്യ വിക്സ് ഇന്ന് 4% കൊളാപ്സ് ചെയ്ത് 14. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ പോസിറ്റീവാണ്. ജപ്പാൻ മാർക്കറ്റ് ഇടിഞ്ഞുവെങ്കിലും ഓസ്ട്രേലിയ പോസിറ്റീവ്, കൊറിയ പോസിറ്റീവ്. ചൈന 1.5% ഇടിവ് രേഖപ്പെടുത്തി. എന്നാൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും ഇപ്പോൾ കാണാം. ഡാക്സ് ഒക്കെ ഏറ്റവും താഴെ വമ്പൻ റാലിയിലാണ് ഇപ്പോൾ ട്രേഡിങ് തുടരുന്നത്. അപ്പോൾ യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവാണ്. നാളെ നമുക്ക് മാർക്കറ്റ് ഇല്ല. അപ്പോൾ നാളെ മാർക്കറ്റ് ഇല്ലാത്തത് അത് പൊസിഷൻസൊക്കെ ഹോൾഡ് ചെയ്ത ആളുകൾക്കൊക്കെ വലിയ പ്രശ്നമാകും. കാരണം മാർക്കറ്റ് ഇല്ല. ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ആയി. ഇന്ന് രാത്രി 2 മണി വരെ ട്രേഡ് ചെയ്യും ഗിഫ്റ്റ് നിഫ്റ്റി. നാളെ രാവിലെ കൃത്യം 6:30 ഓപ്പൺ ചെയ്യും, 6 മണിക്ക് ഓപ്പൺ ചെയ്യും. അതിനുശേഷം നാളെ വെള്ളിയാഴ്ച, ശനിയാഴ്ച വെളുപ്പിന് 2 മണി വരെ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പൊസിഷനിൽ ഒരു കൺട്രോളും നമുക്കില്ല. തിങ്കളാഴ്ച നമുക്ക് കിട്ടുന്ന ഈ ഒരു ഓപ്ഷനൊക്കെ ആയിക്കോട്ടെ, 3 ദിവസത്തെ ടൈം DK കഴിഞ്ഞ്, അതായത് 3 ദിവസത്തെ തീറ്റയെല്ലാം തന്നെ എഫക്റ്റ് ചെയ്ത് പ്രീമിയം എല്ലാം തന്നെ മെൽറ്റായി ഉള്ളൊരവസ്ഥയിലാണ് നമുക്ക് കിട്ടുന്നത്. അതല്ലെങ്കിൽ ഓപ്ഷൻ ഹോൾഡ് ചെയ്ത ആളുകൾക്ക് കിട്ടുന്നത്. അതൊക്കെ മനസ്സിലാക്കാതെ ഇപ്പോഴും ഓവർനൈറ്റ് 3 ദിവസം അവധിക്കും ആളുകൾ ഓപ്ഷൻ
ഹോൾഡ് ചെയ്യുന്നുണ്ട്, നഷ്ടം വരുത്തുന്നുണ്ട്. അതിനുശേഷം മാർക്കറ്റിനാണ് പഴി ചാരുന്നത്. നമ്മളുടെ അറിവ് കുറവ് മാർക്കറ്റിനെ പഴി ചാരിയിട്ട് കാര്യമില്ല. അപ്പോൾ അറിവ് നേടാനായിട്ട് ശ്രമിക്കാം. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ആദ്യം HAL, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റ് 22% ഉയർന്ന് 1510 കോടി രൂപ കരസ്ഥമാക്കി. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും ഓൺലൈനായിട്ട് പഠിക്കാം കേട്ടോ. കൂടാതെ തന്നെ നമ്മുടെ കൊച്ചിയിൽ ക്ലാസ് ഉണ്ട്, അവിടെയും വന്ന് പഠിക്കാം. ഫസ്റ്റ് കമ്പനിയിൽ ഞാൻ നമ്പർ പിൻ ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാം. ഹൊനാസ മാമാർത്താണ്. നെറ്റ് ലോസാണ് കമ്പനി, 19 കോടി രൂപ ലോസ്. മുത്തൂറ്റ് ഫിന്ന് നെറ്റ് പ്രോഫിറ്റ് 26% ജമ്പ് ചെയ്തു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 36% ജമ്പ് ചെയ്തു. പേരി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 32% ഡിക്ലൈൻ ആയിട്ടുണ്ട്. ശ്രീറാം പ്രോപ്പർട്ടീസ് കമ്പനി 20 കോടി രൂപ ലോസ് ഉണ്ടാക്കിയ കമ്പനി ഇത്തവണ 7 ലക്ഷം രൂപ ലോസാണ്. MTNL കമ്പനി നെറ്റ് ലോസ് ഇവർ വൈഡൻ ചെയ്തു. 790 കോടി രൂപ ലോസ് ഉണ്ടാക്കിയ കമ്പനി ടെലികോം കമ്പനിയാണ്. ഇവർ 890 കോടി രൂപ ഇത്തവണ ലോസ് ഉണ്ടാക്കി. ക്രോപ്റ്റൺ ഗ്രേവ്സ് കമ്പനി 97 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയ കമ്പനി ഇത്തവണ 125 കോടി രൂപ പ്രോഫിറ്റ് ഉയർത്തി. ടെസ്റ്റി ബൈറ്റ്സ് കമ്പനി 11 കോടി രൂപയിൽ നിന്ന് 10 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ചുരുങ്ങി. സൂര്യരോഷിനി കമ്പനി LED നിർമ്മാതാക്കളാണ്. 76 കോടി രൂപ പ്രോഫിറ്റിൽ നിന്ന് 34 കോടി രൂപ പ്രോഫിറ്റിലേക്ക് കുറഞ്ഞു. ഭാരത് ഫോർജ് 300 കോടി രൂപയിൽ നിന്ന് 360 പ്രോഫിറ്റ് ഉയർത്തി. സംഗി മൂവേഴ്സ് കമ്പനി ക്രെയിൻ ഓപ്പറേറ്റേഴ്സാണ് ഇവർ. 37 കോടി രൂപ പ്രോഫിറ്റിൽ നിന്ന് 29 പ്രോഫിറ്റ് ഇടിഞ്ഞു. ഭാരത് ഡൈനാമിക് കമ്പനി 150 നിന്ന് 122 പ്രോഫിറ്റ് ഇടിഞ്ഞു. മംഗളം സിമൻറ്റ് 11 കോടി രൂപയിൽ നിന്ന് 3 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞു. IPC ലാബ് 145 നിന്ന് 230 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് വർദ്ധിച്ചു. സോം ഡിസ്റ്റിലറീസ് കമ്പനി 14 നിന്ന് 18 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ജ്യോതി CNC ഓട്ടോ കമ്പനി 16 കോടി രൂപയിൽ നിന്ന് പ്രോഫിറ്റ് വലിയ തോതിൽ ഉയർന്ന് 75 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്താനായിട്ട് പറ്റി എന്നുള്ളതാണ് ഇപ്പോഴുള്ള മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സ്. ഇനി നമുക്ക് വലിയ 3 ദിവസത്തെ അവധി, അതിനുശേഷം നമുക്ക് ഞായറാഴ്ച മാർക്കറ്റ് ഔട്ട്ലുക്കായിട്ട് എത്താം. അപ്പോൾ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു ഔട്ട് ഓഫ് ടോപ്പിക്കായിട്ട് എത്താൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും വലിയൊരു വീക്കെൻഡ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.